السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് സ്വലാത്തു താജിൻ്റെ പഠനത്തിലാണ് നാം ഒക്കെയും ഉള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. സ്വലാത്തു താജിൽ പറയുന്നത് മുഴുവനും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശേഷണങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹാണ്. നാം ഇന്നലെ പറഞ്ഞെത്തിയത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മിഅ്റാജിനെ കുറിച്ചാണ്. ആ മിഅ്റാജ് എന്ന് പറയപ്പെടുന്ന വലിയ സംഭവം, അത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല നൽകി. ആകാശ ലോകത്തും അല്ലാഹു തആല ഉദ്ദേശിച്ച മറ്റ് ഉപരിമണ്ഡലങ്ങളിലൊക്കെ സഞ്ചരിക്കാനുള്ള വലിയ തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകി. അതിൻ്റെ പുറമേ വൽ ബുറാഖ്, ബുറാഖിൻ്റെയും ഉടമയാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ബുറാഖിലാണല്ലോ റസൂലുള്ളാഹിന്റെ യാത്രയുണ്ടായത്. ഇസ്രാഇന്റെ രാത്രി റസൂലുള്ളാഹിന്റെ യാത്ര ബുറാഖ് എന്ന് പറയപ്പെടുന്ന ആ മൃഗത്തിന്റെ മുകളിലായിരുന്നു. ബുറാഖിന്റെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ്? ബുറാഖ് എന്നാൽ മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്, അൽ ബുറാഖു ദാബത്തും ബൈളാഉ തവീല. ബുറാഖ് എന്നാൽ ദാബത്തും ബൈളാ, അത് വെള്ള നിറത്തിലുള്ളൊരു മൃഗമാകുന്നു. ബുറാഖ് എന്നത് വെള്ള നിറത്തിലുള്ളൊരു മൃഗമാണ്. തവീല, നല്ല നീളമുള്ളൊരു മൃഗമാണത്. നല്ല നീളമുള്ള വെള്ള നിറത്തിലുള്ള കാണാൻ നല്ല ഭംഗിയുള്ള ഒരു മൃഗമാകുന്നു ബുറാഖ് എന്നത്. ബൈനൽ ബഅലി വൽ ഹിമാർ, കോവർ കഴുതയുടെയും ഇടയിലുള്ള ഒരു മൃഗമാണ് ബുറാഖ് എന്ന മൃഗം. അതിൻ്റെ സ്പീഡ് എത്രയാണ്? വല്ലാത്ത സ്പീഡാണ് ബുറാഖ് എന്ന് പറയപ്പെടുന്ന ആ മൃഗത്തിന്. കാരണം അത് സ്വർഗത്തിൽ നിന്ന് വന്ന മൃഗമാണ്, ഭൂമിയിലുള്ള മൃഗമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി സ്വർഗത്തിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന അല്ലാഹു തആല നൽകിയ മൃഗമാകുന്നു ബുറാഖ്. അതുകൊണ്ട് തന്നെ വലിയ സ്പീഡ് ആ മൃഗത്തിനുണ്ടായിരുന്നു. ബുറാഖ് എന്ന പദം തന്നെ ഉണ്ടായത് ബർഖിൽ നിന്നാണ്. ബർഖ് എന്നാൽ മിന്നൽ എന്നാണ്, മിന്നി എന്നാണ് അറബിയിൽ അർത്ഥം. അൽ ബർഖ് മിന്ന്, അല്ലേ? റഅദ് ഇടി, ബർഖ് മിന്ന്. അവൻ ബർഖ് എന്ന പദത്തിൽ നിന്നാണ് ബുറാഖ് ഉണ്ടായത്. നല്ല സ്പീഡുള്ള മൃഗമായതുകൊണ്ട് അതിന് ബുറാഖ് എന്നാണ് പേര്. ബർഖിൽ നിന്നാണ് അതുണ്ടായത്. മിന്നൽ വേഗത എന്നൊക്കെ നാം സാധാരണ പറയാറുണ്ടല്ലോ. ആ മിന്നൽ വേഗതയിലുള്ള മൃഗമായിരുന്നു ബുറാഖ്. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു തആല കൊടുത്ത വാഹനം കാറ്റായിരുന്നല്ലോ. ആ കാറ്റിലായിരുന്നു സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം സഞ്ചരിച്ചിരുന്നത്. എവിടെ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് എത്തണമെങ്കിലും കാറ്റായിരുന്നു സുലൈമാൻ നബി അലൈഹിസ്സലാമിന് എത്തിച്ചു കൊടുത്തത്. പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, വസഖർനാ ലഹു റീഹ്, കാറ്റിനെ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് നാം കീഴ്പ്പെടുത്തി കൊടുത്തു. എവിടെ വേണമെങ്കിലും എത്രയും പെട്ടെന്ന് കാറ്റ് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ എത്തിച്ചു കൊടുക്കുകയാണ്. എന്നാൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്
മിഹ്റാജിന്റെ രാത്രി സഞ്ചരിക്കാൻ അല്ലാഹു തആല കൊടുത്ത വാഹനം അത് ബുറാഖാണ്. ബുറാഖിന്റെ വിശേഷണങ്ങളാണ് പറയുന്നത്. യളഉ ഹാഫിറഹു ഇന്ദ മുൻതാഹി യളഉ ഹാഫിറഹു അതിന്റെ കാലിനെ അത് വെക്കുന്നു ഇന്ദ മുൻതാഹി അതിന്റെ കണ്ണെത്താ ദൂരത്ത്, അഥവാ അതിന്റെ കണ്ണുകൊണ്ട് നോക്കിയാൽ എത്ര ദൂരത്ത് കാണുമോ അത്രയും ദൂരത്താണ് അതിന്റെ കാലെടുത്ത് വെക്കുന്നത്. അത്രയും വലിയ സ്പീഡാണ് ബുറാഖ് എന്ന മൃഗത്തിനുള്ളത്. ഫീ ഫഖദൈഹി ജനാഹാൻ അതിന്റെ കാലിന്റെ തുടകളില് രണ്ട് ചിറകുകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കാലിന്റെ കാലിന്റെ തുടകളില് രണ്ട് ചിറകുകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ആ മൃഗം വല്ലാത്ത അത്ഭുത മൃഗമാണ്. ഇതാ അതാ അലാ ജബലിൻ ഒരു പർവ്വതത്തിലൂടെയാണ് അതിന് സഞ്ചരിക്കേണ്ടതെങ്കിൽ, നല്ല ഉയരമുള്ള ഒരു സ്ഥലത്തേക്ക് അതിന് കയറണം എന്ന് വെച്ചാൽ കാലത്തെ രജിലാനി അതിന്റെ രണ്ട് കാലുകളും നീളുകയാണ്. ഉയരത്തിലേക്ക് കയറിപ്പോകണമെങ്കിൽ അതിന്റെ രണ്ട് കാലുകളും നീളുകയാണ്. വൈദാ ഹബത്ത ഇനിയോ ഒരു ഉയരമുള്ള സ്ഥലത്ത് വെച്ച് താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ താലത്തിൽ യദാൻ അതിന്റെ രണ്ട് കൈകളും നീളുകയാണ്. ഓട്ടോമാറ്റിക്കായി നടക്കുകയാണ് കാര്യങ്ങളൊക്കെ. ഉയരമുള്ള സ്ഥലത്തേക്ക് കയറിപ്പോകണമെങ്കിൽ അതിന്റെ രണ്ട് കാലും പെട്ടെന്ന് നീളുകയാണ്. ഇനിയോ ഇറക്കമുള്ള സ്ഥലമാണെങ്കിൽ അതിന്റെ രണ്ട് കൈകളും നീളുകയാണ്. ഇതൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്ത വലിയ സൗകര്യങ്ങളാണ്. റസൂലുള്ളാഹിക്ക് ഏർപ്പെടുത്തി കൊടുത്ത സൗകര്യങ്ങളാണ്. എന്നാൽ പ്രബലമല്ലാത്ത ചില റിപ്പോർട്ടിൽ കാണാം ലഹു ഖവായിമു കൽ ഇബ്ലി ഒട്ടകത്തെ പോലെ അതിന് വലിയ നീണ്ട കാലുകളുണ്ട്. ഒട്ടകത്തെ പോലെ അതിന് നീണ്ട കാലുകളുണ്ട്. നേരത്തെ നാം പറഞ്ഞത് ആവശ്യത്തിനനുസരിച്ച് കാലുകൾ നീളുമെന്നാണ്, കൈകൾ നീളുമെന്നാണ്. എന്നാൽ പ്രബലമല്ലാത്ത ചില റിപ്പോർട്ടിൽ ഉള്ളത് അതിൻ്റെ കാലുകൾ നല്ല നീളമുണ്ട്, ഒട്ടകത്തിൻ്റെ കാല് പോലെ. അതുപോലെ അതിന് കുളമ്പുണ്ട്, കാലിന് കുളമ്പുണ്ട്. അതുപോലെ പശുവിനെ പോലെ നീണ്ട വാലുണ്ട്. അതുപോലെ മനുഷ്യനെ പോലെ നല്ല കവിളുകളുണ്ട് ആ ബുറാഖ് എന്ന് പറയപ്പെടുന്ന മൃഗത്തിന്. അതുപോലെ കുതിരയെപ്പോലെ നല്ല കുഞ്ചിരോമമുണ്ട് എന്നൊക്കെ റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട്. അങ്ങനെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ദാബത്തുൽ അർളി എന്ന് പറയപ്പെടുന്ന മൃഗത്തിന്റെ മുകളിൽ കയറാൻ പോവുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ മൃഗത്തെയും കൊണ്ട് അതാ വരുന്നു മസ്ജിദുൽ ഹറാമിന്റെ അടുത്തേക്ക്. അതിന്റെ മുകളിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ ബുറാഖിനോട് പറയുന്നു, ഓ ബുറാഖേ, മാ റകിബക അഹദുൻ അക്റമ മിൻ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ബുറാഖേ, നീ അറിയുമോ കാര്യം എന്താണ്? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്, നിന്റെ മേൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ ബഹുമാനമുള്ള ഒരാളും തന്നെ കയറിയിട്ടില്ല. നിന്റെ മേൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അത്ര ബഹുമാനമുള്ള ഒരാളും തന്നെ സഞ്ചരിച്ചിട്ടില്ല എന്ന് ബുറാഖിനോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്. എന്നാൽ ഇതിൽ നിന്നൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞല്ലോ, നിന്റെ മേൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ ബഹുമാനമുള്ള ഒരാളും തന്നെ സഞ്ചരിച്ചിട്ടില്ല. ഇപ്പോൾ നിന്റെ മേൽ സഞ്ചരിക്കുന്നത് ലോകത്തിന്റെ നേതാവായ അഷ്റഫുൽ ഖൽഖാണ്.
ഈ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ ബഹുമാനമുള്ള, ആദരവുള്ള, ശ്രേഷ്ഠതയുള്ള ഒരാളും നിന്റെ മുകളിൽ സഞ്ചരിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം, ഈ ബുറാക്കിന്റെ മുകളില് ഇതിനു മുമ്പ് മറ്റു പലരും സഞ്ചരിച്ചിട്ടുണ്ട് എന്നാണ്. ഇബ്നു കസീറിന്റെ അൽ വിദായത്ത് വ നിഹായ നോക്കിയാൽ വളരെ വിശദമായി ഈ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്താണ് പറഞ്ഞത്? ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടാവുകയാണ്, ഓ ഇബ്രാഹിമേ, നിങ്ങളുടെ ഭാര്യയായ ഹാജർ ബീവിയെയും മകനായ ഇസ്മായിലിനെയും നിങ്ങൾ ആരുമില്ലാത്ത വിജനമായ ഒരു സ്ഥലത്ത് ഉപേക്ഷിക്കണം. അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ഭാര്യയായ ഹാജർ ബീവിയെയും, ഹാജറ ബീവി എന്ന് പറയാൻ പാടില്ല, അവിടെ ഹാജറ എന്നല്ല, അവിടെ ആത്തായിട്ട് എഴുതാനും പാടില്ല. പറയുമ്പോൾ നാം ഹാജർ ബീവി എന്ന് പറയേണ്ടി, ഹാജറ ബീവി എന്നല്ല, ഹാജർ ബീവി. ആ ഹാജർ ബീവിയെയും മകനായ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെയും കൊണ്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം യാത്ര പോവുകയാണ്. എവിടേക്കാണ് യാത്ര? കഅബത്തിന്റെ അടുത്തേക്കാണ്, മക്കയിലേക്കാണ്, കഅബയുടെ പരിസരത്ത്. ആ കഅബയുടെ പരിസരത്ത് അന്നാരും ഉണ്ടായിരുന്നില്ല, ആരുമില്ലാത്ത വിജനമായ ഒരു പ്രദേശമായിരുന്നു ആ സമയത്ത് കഅബാലയവും അതിൻ്റെ ചുറ്റുഭാഗവും. അവിടെ ഹാജർ ബീവിയെയും കുഞ്ഞിനെയും അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവിടെ ഉപേക്ഷിക്കുകയാണ്. ഇബ്രാഹിം നബി പോരുന്ന സമയത്ത് ഹാജർ ബീവി ചോദിച്ച ചോദ്യമുണ്ട്, അല്ലാഹു അമറക ബിഹാദാ, ഞങ്ങളെ ഒറ്റയ്ക്ക് ഇവിടെ ഉപേക്ഷിക്കണമെന്ന് അല്ലാഹ് നിങ്ങളോട് കൽപ്പിച്ചത് തന്നെയാണോ? അത് വല്ലാത്തൊരു ചോദ്യമാണ്. അള്ളയാണോ നിങ്ങളോട് കൽപ്പിച്ചത്? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറയുകയാണ്, അതെ, അള്ളാഹ് എന്നോട് കൽപ്പിച്ചതാണ്. അങ്ങനെ ഹാജർ ബീവിയെയും മകൻ ഇസ്മായിൽ നബിയെയും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ ഉപേക്ഷിക്കുകയാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് അവിടെ ഉപേക്ഷിക്കണമെന്ന്, അവിടെ അവരെ താമസിപ്പിക്കണമെന്ന്. അങ്ങനെ അവരെ അവിടെ ഹാജർ ബീവിയെയും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെയും അവിടെ താമസിപ്പിക്കുകയാണ്. എന്നാൽ അവിടേക്ക് ഹാജർ ബീവിയെയും ഇസ്മായിൽ നബിയെയും ഇബ്രാഹിം നബി കൊണ്ടുവന്നത് മേൽ പറയപ്പെട്ട ബുറാക്കിന്റെ മുകളിൽ കയറ്റിക്കൊണ്ടായിരുന്നു. അവൻ ബുറാക്കിന്റെ മേൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കയറുന്നതിന് മുമ്പ് മറ്റ് പല മഹാന്മാരും സഞ്ചരിച്ചിട്ടുണ്ട്. അതാണ് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞത്, ഓ ബുറാക്കെ, നിന്റെ മുകളിൽ ഇപ്പോൾ സഞ്ചരിക്കുന്നത് ലോകത്തിന്റെ നേതാവാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. മുഹമ്മദ് നബിയേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരാളും തന്നെ നിന്റെ മുകളിൽ ഇന്ന് വരെ സഞ്ചരിച്ചിട്ടില്ലെന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്. അതിൽ നിന്ന് മനസ്സിലാക്കാം ബുറാഖിന്റെ മുകളിൽ മറ്റു പലരും സഞ്ചരിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ ഹാജർ ബീവിയെയും ഹാജർ ബീവിയെയും മകൻ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെയും അവിടെ ഉപേക്ഷിച്ചിട്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഓരോ മാസത്തിലും അവിടെ വരികയാണ്. ഒരു മാസത്തിൽ ഒരിക്കൽ അവരെ സന്ദർശിക്കാൻ വേണ്ടി വരികയാണ്. അപ്പോഴും ഇബ്രാഹിം നബി വന്നിരുന്നത് ബുറാഖിന്റെ മുകളിലായിരുന്നു. ഈ മൃഗത്തെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്നാണ് കൊണ്ടുവന്നത്. സ്വർഗത്തിൽ ഇങ്ങനെ മേഞ്ഞുകൊണ്ടിരിക്കുന്ന കുറെ ബുറാഖുകളുണ്ട്. ഒന്നും രണ്ടും മൂന്നുമല്ല, കുറെ ബുറാഖുകൾ. അതിൽ നിന്ന് ഏറ്റവും കാണാൻ ഭംഗിയുള്ള നല്ല ഹൈ സ്പീഡുള്ള ഒരു മൃഗത്തെ, ഒരു ബുറാഖിനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലുള്ളാഹിക്ക് സഞ്ചരിക്കാൻ വേണ്ടി കൊണ്ടുവരികയാണ്. സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ് അതിനെ. അവസാനം സ്വർഗത്തിൽ തന്നെ അത് എത്തിപ്പെടുകയും ചെയ്യുന്നതാണ്.
ബഹുമാനപ്പെട്ട മുഖാത്തിൽ റളിയല്ലാഹു അൻഹു ഇവിടെ ഒരു കാര്യം കൂടി പറയാൻ ഉദ്ദേശിക്കുകയാണ്. പഴയ കാലത്തൊക്കെ ചില വീടുകളിലും ചില വീടുകളുടെ ചുമരുകളിലും അതുപോലെ ചില കടകളിലും ചില ബാർബർ ഷാപ്പുകളിലൊക്കെ പോയാൽ അവിടെയൊക്കെ കാണാം ബുറാഖ് എന്ന് പറയുന്ന ഒരു മൃഗത്തിന്റെ ഫോട്ടോ, ഒരു ചിറകൊക്കെ വെച്ചിട്ട്. അത് യഥാർത്ഥത്തിൽ ഇല്ലാത്തതാണ്. അതാരോ മെനഞ്ഞുണ്ടാക്കിയതാണ്, പടച്ചുണ്ടാക്കിയതാണ്. ബുറാഖിന്റെ ഫോട്ടോ ഇന്ന് വരെ ആർക്കും ലഭിച്ചിട്ടില്ല. അതൊക്കെ അന്ധവിശ്വാസങ്ങളാണ്. അങ്ങനെ ഒരു ഫോട്ടോവും ആർക്കും തന്നെ ലഭിച്ചിട്ടില്ല. അത് ബുറാഖല്ല. ഇന്ന് ബുറാഖ് എന്ന് പറഞ്ഞുകൊണ്ട് യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയാൽ കാണാം ചില മൃഗത്തിന്റെ ഫോട്ടോ ചിറകൊക്കെ വെച്ചുകൊണ്ട്. അതൊക്കെ യാഥാർത്ഥ്യത്തിന് വിരുദ്ധമാണ്. അങ്ങനെയുള്ളൊരു കാര്യവും ഇല്ല. കാരണം ബുറാഖിന്റെ ഫോട്ടോ ആർക്കും ലഭിച്ചിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ബുറാഖ് എന്ന് പറയപ്പെടുന്ന മൃഗം അത് സ്വർഗത്തിൽ നിന്ന് വന്നതാണ്. അവസാനം സ്വർഗത്തിൽ തന്നെ എത്തിപ്പെടുന്നതുമാണ്. മുഖാത്തിൽ റളിയല്ലാഹു അൻഹു 10ഓളം ജീവികൾ സ്വർഗത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 10ാമത്തെ അംഗമായി ബുറാഖിനെയാണ് പരിചയപ്പെടുത്തിയത്. സ്വർഗത്തിലുള്ള 10ാമത്തെ ജീവിയായി മുഖാത്തിൽ റളിയല്ലാഹു അൻഹു പരിചയപ്പെടുത്തുന്നത് ബുറാഖിനെയാണ്. അതേതൊക്കെയാണ് ആ 10 ജീവികള്? മുഖാത്തിൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഒന്ന്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പശുക്കുട്ടിയാണ്. അതിഥികളെ സൽക്കരിക്കാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പശുക്കുട്ടിയെ അറുത്ത സംഭവം നമുക്കറിയാമല്ലോ. അങ്ങനെ മലക്കുകളാണെന്ന് മനസ്സിലാക്കിയത് മലക്കുകളായിരുന്നു ഇബ്രാഹിം നബിയുടെ വീട്ടിൽ അതിഥികളായി വന്നത്. അങ്ങനെ മലക്കുകൾ ആ ഭക്ഷണം കഴിച്ചില്ല. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അന്ന് അറുത്ത പശുക്കുട്ടി, ആ പശുക്കുട്ടി സ്വർഗത്തിലാണ്. രണ്ടാമതായി ഇബ്രാഹിം നബി അലൈഹി സ്വലാം തൻ്റെ മകനായ ഇസ്മായിൽ അലൈഹി സ്വലാമിന് പകരം അറുത്ത ആട്, ആ ആടും സ്വർഗത്തിലാണ്. നമ്പർ 3, സ്വാലിഹ് നബി അലൈഹി സ്വലാമിന്റെ ഒട്ടകം, ആ ഒട്ടകവും സ്വർഗത്തിലാണ്. അപ്പൊ സ്വർഗത്തിൽ കിടക്കുന്ന 10 ജീവികളുടെ പേരാണ് പറയുന്നത്. മുഖാത്തിൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നാലാമത്തെ ജീവി യൂനുസ് നബി അലൈഹി ഇസ്ലാമിന്റെ മത്സ്യമാണ്. 4ാമത്തത് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ പശുവാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ഒരാളെ കൊല ചെയ്തു കളഞ്ഞു ഒരാള്. ആ കൊലയാളിയെ മനസ്സിലാക്കാൻ പറ്റിയില്ല. മൂസാ നബിയോട് വന്ന് ജനങ്ങൾ കംപ്ലൈന്റ് പറഞ്ഞ് അള്ളാഹുവിനോട് മൂസാ നബി ദുആ ചെയ്തു. അള്ളാഹ് പറഞ്ഞു, അള്ളാഹു തല കൽപ്പിക്കുന്നുണ്ട്, അന്തദ്ബഹു ബക്കറ, നിങ്ങളൊരു പശു ചേർക്കണമെന്ന്. മൂസാ നബി അവരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അള്ളാഹ് പറയുന്നത് നിങ്ങളോടൊരു പശു ചേർക്കാനാണ്. അങ്ങനെ ഒരു പശുവിനെ അറുത്തതിന് ശേഷം അതിൻ്റെ ഭാര്യയെടുത്തുകൊണ്ട് ആ ഡെഡ് ബോഡിക്ക് മുട്ടിയപ്പോൾ അതാ ഡെഡ് ബോഡി എഴുന്നേറ്റ് എന്നുകൊണ്ട് പറയുന്നു, എന്നെ കൊന്നത് ഇന്ന ആളാണ്, അതുകൊണ്ട് നിങ്ങളാരും ഇവിടെ കുഴപ്പമുണ്ടാക്കണ്ട, എന്നെ കൊന്നത് ഇന്ന ആളാണെന്ന് വളരെ വ്യക്തമായി ആ ഡെഡ് ബോഡി എഴുന്നേറ്റ് എന്നുകൊണ്ട് പറയുകയാണ്. അപ്പൊ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ആ പശുവും സ്വർഗത്തിലാണ്. ഉസൈർ റളിയല്ലാഹു അൻഹുവിന്റെ കഴുത, ആ കഴുതയും സ്വർഗത്തിലാണ്. അതുപോലെ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ ഉറുമ്പ്, സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനോട് ഉറുമ്പ് സംസാരിച്ചല്ലോ. ആ സംസാരം കേട്ടിട്ട് സുലൈമാൻ നബി ചിരിച്ചുപോയി എന്ന് ഖുർആനിലുണ്ടല്ലോ. ഉറുമ്പിന്റെ സംസാരം കേട്ടിട്ട് സുലൈമാൻ നബിയോട് ചിരിച്ചുപോയി. ആ ഉറുമ്പും സ്വർഗത്തിലാണ്. അതുപോലെ അസ്ഹാബുൽ കഹ്ഫിന്റെ നായ, ഖിത്മീർ എന്ന പേരുള്ള ആ നായയും സ്വർഗത്തിലാണ്. 10ാമത്തത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഞ്ചരിച്ച ബുറാഖ്, അതാണ് ബുറാഖ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഞ്ചരിച്ച ബുറാഖ് വേറെയും പല ബുറാഖുമുണ്ട്. അതുകൊണ്ടാണ് പ്രത്യേകം അങ്ങനെ പറയാൻ കാരണം. ബുറാഖ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഞ്ചരിച്ച ബുറാഖ്, ആ ബുറാഖും സ്വർഗത്തിലാണ് എന്ന് മുഖാത്തിൽ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. വോയിസ് അല്പം നീണ്ടുപോയി. ഇൻഷാ അല്ലാഹ് നമുക്കിനി നാളെ അലമിനെ കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട്. എന്താണ് അലം? കാരണം
അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ സാഹിബിത് താജ് വൽ മിറാജ് വൽ ബുറാഖ് വൽ അലം. റസൂലുള്ളാഹിന്റെ വിശേഷണങ്ങളിൽ സാഹിബുത് താജ് നാം പറഞ്ഞു, മിറാജിനെ കുറിച്ച് നാം പറഞ്ഞു, ബുറാഖിനെ കുറിച്ച് നാം പറഞ്ഞു, ആ 3 വിശേഷണങ്ങളെ കുറിച്ച് നാം പറഞ്ഞു. 4ാമത്തെ വിശേഷണമായ അലമിനെ കുറിച്ച് നമുക്ക് നാളെ പറയണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.